ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നന്ദു ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കിടക്കുവാണ്. അനിയെക്കുറിച്ചാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. തനിക്ക് വേണ്ടിയിട്ട് അവനിപ്പാണ് ജീവൻ കളഞ്ഞാണ് അവന്മാരുമായിട്ട് പോയി തല്ലുണ്ടാക്കിയിരിക്കുന്നത്. എത്ര റിസ്ക് എടുത്ത് അവൻ ഈ വീട്ടിലേക്ക് വന്നേ. അങ്ങനെയൊക്കെ ഓർത്ത് ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് കിടക്കുമ്പോ കനക ചോദിച്ചു, ഇതെന്താ നന്ദു, നിനക്ക് ഉറക്കമില്ലെന്ന് ചോദിക്കുകയാണ്. അല്ലമ്മേ, അത് പിന്നെ നീ എന്താ ഈ സമയത്ത് ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നേ? അതെനിക്ക് ഉറക്കം വരാത്തോണ്ടാ. എന്താടി ഉറക്കം വരാത്തെ? ഇനിയിപ്പൊ എങ്ങാനും രാത്രി വീട്ടിൽ കയറി വരാന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ? അമ്മ എന്താമ്മ ഇങ്ങനെ പറയണേ? എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. രാത്രി കയറിയത് അവനാണോ അല്ലയോ എന്ന്. അമ്മ അങ്ങനൊന്നും പറയല്ലെന്ന് പറയണം. ഞാൻ പറഞ്ഞാലാ കുറ്റം. ഇനിയിപ്പൊ നാളെ അറിയരുത് അവനാന്ന്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. അതും പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കടന്നു. നന്ദുവിന് നല്ല ടെൻഷനായി. ദൈവമേ, അമ്മയ്ക്കൊക്കെ എന്തോ സംശയങ്ങളുണ്ടെന്ന് തോന്നേ. തൽക്കാലത്തേക്ക് അവനെ പിടിക്കാത്ത ഭാഗ്യം. എങ്ങാനും പിടിക്കുമായിരുന്ന തീർന്നേരം എന്നൊക്കെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് അനി വീട്ടിലേക്ക് പോകണം. പോകുന്ന വഴിക്കാണ് അനിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോ നവീന. ഇവനെന്താ ഉറക്കോ ഇല്ലേ? നവീൻ വിളിച്ചിട്ട് ചോദിച്ചു, എടാ എന്തായടാ കാര്യങ്ങള്? നീ നന്ദുവായിട്ട് സംസാരിച്ചോ? അതെ, എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. നീ എത്ര നാളായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ? ഇന്ന് സംസാരിക്കാം നാളെ സംസാരിക്കാന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ട് നീ സംസാരിച്ചില്ലോ. എടാ, ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്ദുവിന്റെ അച്ഛനോടോ അമ്മയോടോ ഒക്കെ നേരിട്ട് എന്ന് കാര്യം ചോദിക്കേണ്ടതായിട്ട് വരും. അത് കേട്ടപ്പോ അനിയൊന്ന് ഞെട്ടി. അനി പറഞ്ഞു, എടാ നീ അങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞാലും ദേ നന്ദു സമ്മതിക്കണമല്ലോ. കാരണം അവരോട് സംസാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. നന്ദുവിന്റെ ഇഷ്ടമല്ലേ ഇവിടെ നമ്മൾ നോക്കണ്ടേ? അത് ശരിയാ. അതുകൊണ്ട് മാത്രമാണ് നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ഇപ്പൊ നീ ഇത് അവളോട് പറഞ്ഞില്ലെങ്കിലോ? എത്ര നാളായി നിന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണേ നയനോടേക്ക് കാര്യം പറയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നീയും അവളും തമ്മിൽ അത്ര അടുപ്പത്തിലാണല്ലോ എന്ന് ഓർത്തോണ്ടാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിച്ചേ. ഇനി നീ വൈകിക്കരുത്. അത് കേട്ടപ്പം അനി പറഞ്ഞു, ശരി, അധികം താമസിക്കില്ലടാ. ഞാൻ അവളോട് കാര്യമായിട്ട് സംസാരിക്കാം. അവൾക്ക് ചെറിയ ക്ലൂ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എടാ, അങ്ങനെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അവളുടെ മനസ്സിലിരിപ്പ് എനിക്ക് പെട്ടെന്ന് അറിയണം. അല്ല, അവളുടെ വീട്ടിൽ കള്ളം കയറിയെന്നോ മറ്റോ പറയുന്ന കേട്ടല്ലോ. അനി പറഞ്ഞു, അത് ഞാനും പറഞ്ഞായിരുന്നു. പക്ഷെ അത് കള്ളനാന്നൊന്നും എനിക്ക് തോന്നില്ല എന്ന് അനി പറയാ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ അവൾക്ക് ശത്രുക്കൾ കുറെ ഉണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ശത്രുക്കളായിരിക്കും. നവീൻ പറഞ്ഞു, അത് ശരിയാ, ഏതെങ്കിലും ശത്രുക്കളായിരിക്കും. അവളെ കൊല്ലാൻ നോക്കിയത് തന്നെയായിരിക്കും കയറിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവളെ എന്റെ സ്വന്തമാക്കണം. എങ്കിൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണേ, നന്ദുവിനോട് കാര്യം അവതരിപ്പിക്കണോന്ന്. ഞാൻ പറയാടാന്നൊക്കെ പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്തു. ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ. വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഇവന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തരാം. പക്ഷേങ്കില് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ തന്നെയാ ഇവൻ കെട്ടാൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവന് പാര പണിയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്ത് ചെയ്യാം? ഉറ്റ സുഹൃത്തായി പോയില്ലേ? അല്ലെങ്കിൽ എന്തേലും ചെയ്യായിരുന്നു എന്നൊരു ചിന്തയൊക്കെ അനിയുടെ മനസ്സിൽ. എന്ത് വന്നാലും നന്ദുവിനെ വിട്ടുകൊടുക്കാനായിട്ട് അനി ഒരുക്കുമായിരുന്നില്ല. ആ സമയത്ത് മുത്തശ്ശന്റെ അടുത്തേക്ക് ജയൻ ചെല്ലുവാണ്. ജയൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയം ജയൻ പറഞ്ഞു, അതെ, നയനമോള് നല്ല സങ്കടത്തിലാന്ന് പറയണ. മുത്തശ്ശൻ ചോദിച്ചു, എന്തിനാ? അല്ല, ഇതുവരെയായിട്ട് ആദർശ് വിളിച്ചിട്ടില്ലോ, അതുകൊണ്ടാന്ന് പറയണ. അത് കേട്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞു, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ സ്വഭാവം അറിയാലോ. നമ്മളെക്കാളും ഒക്കെ 10 മടങ്ങ് അവന് കമ്പനി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവനൊരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സക്സസ് ആകുന്നോടം വരെ അവൻ അതിനു വേണ്ടി കിടന്ന് പ്രയത്നിക്കും. ഇപ്പൊ തന്നെ ചിലപ്പോ അവന് നല്ല തിരക്കായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൻ വിളിക്കാതിരിക്കുന്നേ. തിരക്ക് മാറിക്കഴിയുമ്പോ അവൻ വിളിക്കൂന്ന് പറയണം. ചേൻ പറഞ്ഞു, അതൊക്കെ ശരിയച്ചാ. പക്ഷെങ്കിൽ അവന്റെ കുഞ്ഞിനെ വയറ്റിൽ പേരിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഇവിടെ. അവളെ എങ്കിലും ഒന്ന് വിളിച്ചുകൂടെ? നമ്മളെ ആരും വിളിക്കണ്ട. എത്ര തിരക്കാണെങ്കിലും അവളെ ഒന്ന് വിളിച്ച് സംസാരിച്ച പ്രശ്നങ്ങൾ മാറൂലേ? അവൾക്ക് നല്ല വിഷമമുണ്ട് വിളിക്കാത്തതിന്റെ. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യ. പക്ഷേങ്കിൽ അവൻ വിളിക്കൂന്നേ. അവളോട് പറഞ്ഞാൽ മതി, ധൈര്യമായിട്ട് ഇരിക്കാൻ പറ. പിന്നെ ആ AM ജ്വല്ലറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, അല്ല, അവരെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവരിപ്പോ ഗൾഫിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുമല്ലേ. ഇപ്പം നമ്മളെക്കാളും ഒരുപടി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് അറിയാൻ കഴിഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ആദർശിനെ കുറച്ച് നാൾ മുമ്പ് അങ്ങോട്ടേക്ക് വരേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ചില ജ്വല്ലറിയിൽ ഇങ്ങനെയാ, പെട്ടെന്ന് മുളച്ചു വരും. പെട്ടെന്ന് മുളച്ചു വന്നിട്ട് ഉയരത്തിലേക്ക് എത്താൻ നോക്കും. അത്രയും നാളും പിടിച്ചിരുന്ന ജ്വല്ലറിക്കാരെയൊക്കെ താഴ്ത്തിക്കൊണ്ട്. കാരണം അവർക്ക് ചിലപ്പം അതിൻ്റെ അകത്ത് ചില ഇടപാടുകളും കാര്യങ്ങളും കാണുമായിരിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയൻ ചോദിച്ചു, അതെന്താ വെച്ചാൽ അങ്ങനെ? അല്ല, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജ്വല്ലറിയിൽ ആൾക്കാരെ സ്വാധീനിച്ചായിരിക്കും അവര് വിജയം കൊയ്യുന്നേ. ചിലപ്പോൾ അവരെ കയ്യിലെടുക്കുകയും ചെയ്യും. അതുപോലെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. നമ്മുടെ ജ്വല്ലറിയിൽ ആരെങ്കിലും അവർ കയ്യിലെടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ച് നാളത്തേക്ക് മുന്നിട്ട് നിൽക്കാൻ സാധിക്കും. അതിന് പക്ഷെ അധികം ആയുസൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഇതുവരെ എത്തിയത് നമ്മൾ ആരെയും വഞ്ചിച്ചും പറ്റിച്ചും ഒന്നുമല്ല ഇതുവരെ എത്തിയത്. നേരാൻ വഴിയാ പോയിക്കൊണ്ടേ, സത്യസന്ധമായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിലൊന്നും പേടിയില്ല.
ഇത് കേട്ടപ്പം ജയൻ പറഞ്ഞു, അതൊക്കെ ശരിയാച്ചാ, പക്ഷേങ്കിൽ ഇവിടെ ആദർശിന്റെ കാര്യത്തിലാ. നോക്കാം, ഇന്നൊരു ദിവസം കൂടെ നോക്കാം, നോക്കിയിട്ട് വിളിക്കുമല്ലോ നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടെന്നാ എന്താന്ന് ചെയ്യാം. അല്ല, അവിടുത്തെ GM-നെ ഒക്കെ വിളിച്ചു നോക്കിയില്ലേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല അച്ഛാ. ആ ശരി, ആയിക്കോട്ടെ, നമുക്ക് ഇന്നും കൂടെ നോക്കാന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ജയനെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടു. ഇതേ സമയത്ത് അനി ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് നവീനെ വിളിക്കണം, ഒന്ന് കാണണമെന്ന് പറഞ്ഞ്. അങ്ങനെ നവീന് വേണ്ടി കാത്തു നിന്നു. കാരണം അനിക്ക് മനസ്സിലായി ചില കള്ളത്തരങ്ങളൊക്കെ ഇവിടെ പറയേണ്ടതായിട്ട് വരുമെന്ന്. അങ്ങനെ നവീൻ വന്നിട്ട് ചോദിച്ചു, എന്തായടാ, അവളുമായിട്ട് സംസാരിച്ചോ, അവൾ എന്ത് പറഞ്ഞു? ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, ഞാൻ പറയാം. എടാ പെട്ടെന്ന് പറയടാ, എനിക്കാണ് ആകെപ്പാട് ടെൻഷനാ. എടാ ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് ഞാൻ ചില ക്ലൂ ഒക്കെ കൊടുത്തായിരുന്നു, എന്നിട്ടോ അവൾ എന്ത് പറഞ്ഞു, എനിക്ക് അതാ അറിയേണ്ടത്. നീ അവളോട് തുറന്ന് സംസാരിച്ചോ, അവളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അനി പറഞ്ഞു, എടാ നീ ഇങ്ങനെ ധൃതി വെക്കല്ലേ, ഞാൻ പറയട്ടെ. ഞാൻ അവളോട് നേരിട്ട് അങ്ങനെ പറഞ്ഞൊന്നുമില്ല, പക്ഷെ അവളോട് ഞാൻ ചോദിച്ചു, നന്ദുവും നവീനും നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? അവൾ എന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്ത്? പിന്നെ ആ നവീനേട്ടന്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ എന്ന്. എടാ നിനക്കപ്പ പറയാൻ മേലായിരുന്നോ ആ പോലീസ് ഓഫീസർ അവളാന്നുള്ള കാര്യം? എടാ ഞാൻ അതെങ്ങനെയാ പറയുന്നേ? അവൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ? ഞാൻ അതുകൊണ്ട് ആ നവീനേട്ടനെ കാണുന്ന എൻ്റെ ആദർശേട്ടനെ പോലെയാണ്, ഒരു ചേട്ടന്റെ സ്ഥാനത്താ കാണുന്നതെന്ന്. അതുപോലെ തന്നെ നവീനേട്ടൻ എന്നെ ഒരു പെങ്ങളെ പോലെയാ കാണുന്നതെന്ന് പറഞ്ഞു. എടാ നിനക്ക് അപ്പോഴെങ്കിലും തുറന്നു പറയാൻ മേലായിരുന്നോ എൻ്റെ ഇഷ്ടം അവളോട്? എടാ അതൊക്കെ എങ്ങനെയാടാ പറയുന്നേ? ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അനി കള്ളത്തരാണ് പറയണത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടിയാണെന്നും പറഞ്ഞോണ്ടാ അവൾ ഇരിക്കുന്നത് പോലും. ഈ സമയത്ത് നവീൻ പറഞ്ഞു, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കുക. എന്ത് ചെയ്യാനായിട്ടാ? എടാ അവൾക്ക് വല്ല സംശയം തോന്നുമോ എന്നെക്കുറിച്ച്? എന്തിന്? അല്ല നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനിടയ്ക്ക് അവളെ കാണാനൊക്കെ പോവാറുണ്ടല്ലോ, അതുകൊണ്ട് അതൊന്നും അറിയത്തില്ല. എടാ നീ ഇങ്ങനെയൊക്കെ ചോദിച്ചോണ്ട് ഇനിയിപ്പൊ അവളെന്നെ വിളിക്കുമോന്ന് ചോദിക്കുക. അതെന്താ? അല്ല എനിക്ക് സംശയമുണ്ട് അവളെന്നെ വിളിക്കുമോന്ന്. വിളിക്കാതിരിക്കത്തൊന്നുമില്ല, അവൾ അങ്ങനെ മനസ്സിലൊന്നും ഇട്ടുകൊണ്ടിരിക്കുന്നതല്ല, അവളെ വിളിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് നവീൻ പറഞ്ഞു, അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചാലോ? അങ്ങനെ സംസാരിച്ച ഒരു തീരുമാനത്തിലെത്തിയാലോ? എടാ അച്ഛനോടും അമ്മയോട് സംസാരിച്ചാൽ പോലും അവളുടെ മനസ്സിൽ നിനക്കൊരാങ്ങളുടെ സ്ഥാനമാണ്, അപ്പൊ പിന്നെ എങ്ങനെയാടാ ശരിയാവുന്നേ? നവീനും ആകെപ്പാടെ ടെൻഷനായി. ദൈവമേ, ഇതെന്താ ഇങ്ങനെയെന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. അവളോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു. തന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് ഓർത്തോണ്ട് അവളിരുന്നേ ആകെപ്പാടെ പ്രശ്നമായല്ലോ. ആ സമയത്ത് അനി പറഞ്ഞു, നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയണം. എടാ ടെൻഷൻ അടിക്കാതെ എങ്ങനെയാ എല്ലാം സെറ്റ് ആവുമെന്ന് ഓർത്തിരുന്ന ഇനിയിപ്പോൾ അവൾക്ക് സംശയം ആവൂലെന്ന് ഓർത്തിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. സാരമില്ല, ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ അനി പറയുവാണ്. അനി ഒന്ന് സമാധാനിപ്പിക്കുക. പക്ഷെ അനിക്കെല്ലാം അറിയത്തുള്ളൂ എൻ്റെ ട്രിക്ക് എന്താന്ന്. പിന്നീട് അവൻ പറഞ്ഞു, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ? ഇതിനാണ് എന്നെ വിളിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞു. അനി പറഞ്ഞു, നീ അല്ലേ പറഞ്ഞേ എന്തേലും കാര്യം പറയണമെങ്കിൽ പെട്ടെന്ന് പറയണം, എന്നിട്ട് എന്നോട് മറുപടി പറയണമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ വിളിപ്പിച്ച ഈ കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറയണം. നവീന ആകെപ്പാടെ ടെൻഷനോട് കൂടിയിട്ടാണ് പോകുന്നത്. ആ സമയം ജയൻ അജയന്റെ അടുത്തേക്ക് വരുവാണ്. അജയൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോഴത്തേന് ജയൻ വന്നിട്ട് ചോദിച്ചു, അല്ല ആദർശനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? മാനേജരെ വിളിക്കുകയോ മറ്റോ ചെയ്തോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അജയൻ ആ കാര്യം പറയണേ. അതെ, ഞാൻ അവിടെയുള്ള സീനിയർ മാനേജർ ജയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജയനാണ് എനിക്ക് ആ വിവരം തന്നത്. ഓഫീസിലേക്ക് പോകുന്ന വഴി ആദർശനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് അറസ്റ്റ് ചെയ്യുന്നോ? നീ എന്തൊക്കെയാടാ പറയണേ? അതെ അതെ ഏട്ടാ, എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, ഒരുപക്ഷെ അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായിരുന്നല്ലോ. ഇത് കേട്ടിനിപ്പോ ജയൻ പറഞ്ഞു, ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ കാര്യം ഇവിടെ എല്ലാവരോടും എങ്ങനെ പറയും? ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും നയനമോൾക്ക് എന്ത് സംഭവിക്കും? അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ടെൻഷനാ. അവരതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ട് കടന്നു വരുന്നേ. അനി വന്നിട്ട് ചോദിച്ചു, അല്ല ഏട്ടനെ കുറിച്ചാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏട്ടൻ വിളിക്കുകയോ മറ്റോ ചെയ്തോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാന്ന് പറയണം. പ്രശ്നം? എന്ത് പ്രശ്നം? ആദർശ് അവിടുത്തെ ജയിലിലാന്ന്. ജയിലിലോ? അതിനാ ആദർശനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നേ? അപ്പോഴേക്കും അജയൻ പറഞ്ഞു, അല്ല അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാലോ. അതിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദർശനെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നേ? ഇവിടെ തന്നെ നിനക്ക് അറിയാലോടാ അബി. അല്ല ഇവിടെ തന്നെ നിനക്ക് അറിയാലോടാ അനി. അബി ചെയ്ത കള്ളത്തരം എന്താന്ന്? അബി കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണമാക്കി വിറ്റില്ലേ, അതിന്റെ പേരിലൊക്കെ അവനെ അറസ്റ്റ് ചെയ്തില്ലേ? അതുപോലെ അവിടെ ഇനിയിപ്പം അവിടുത്തെ കമ്പനിയിൽ ആരെങ്കിലും സ്റ്റാഫുകൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റമെല്ലാം ആദർശിന്റെ തലയിലേക്കേ വരത്തുള്ളൂ. കാരണം ആദർശാണല്ലോ കമ്പനിയുടെ MD. ആദർശിനെ അറസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറയണം. ഇനിയിപ്പോൾ അവന്മാരാരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. നോക്കാം, ഒന്ന് വിളിച്ചു നോക്കട്ടെ, എങ്ങനെ എന്താണെന്നും അറിയത്തില്ല. അല്ല ആദർശനെ നമുക്ക് പെട്ടെന്ന് പുറത്തിറക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുക. ജയൻ പറഞ്ഞു, ഗൾഫിലെ നിയമങ്ങളൊക്കെ അറിയാലോ, ഇവിടുത്തെ പോലൊന്നും അല്ല, ഭയങ്കര സ്ട്രിക്റ്റാ. അതുകൊണ്ട്
അത്ര പെട്ടെന്നൊന്നും ഇറക്കാൻ പറ്റുമെന്ന് തോന്നില്ല, എന്തേലും ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഇവിടെ ചിലരൊക്കെ ഉണ്ടല്ലോ ആദർശനെ പ്രായി കൊന്നുകൊണ്ടിരിക്കുന്നത്, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് പറയണം. ജയൻ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ എൻ്റെ മോൻ ചെയ്യാത്ത കുറ്റങ്ങൾ ഏറ്റെടുത്ത് എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് അവൻ്റെ തലയിലേക്ക് ഇതും കൂടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നയനമോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ജയൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. എനിക്ക് നല്ല സങ്കടമായിരുന്നു. ആ സമയം അജയൻ പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യണം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നിർവഹിക്കണം. അനി പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല അച്ഛാ അങ്ങനെ പറ്റൂന്ന്. കാരണം ആദർശേണ്ണാണ് എൻ്റെ ബലം. ആദർശേണ്ണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ നോക്കുന്നേ? എനിക്കൊന്നിനും ശ്രദ്ധിക്കാൻ പറ്റില്ല. ആദർശേണ്ണ ഇല്ലെങ്കിൽ ഈ അനി പിന്നെ ഇല്ലാന്ന് പറയണം. അതും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. പിന്നീട് അനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും നയന ആദർശനെ വിളിച്ചോണ്ടിരിക്കുക, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയന ചോദിച്ചു, അല്ല ഇനി ആദർശേട്ടൻ വിളിക്കാൻ മറ്റോ ചെയ്തോ? ഇല്ല എടുത്തിന്ന് പറയണം. ആദർശേട്ടൻ എന്താ വിളിക്കാത്തെന്ന് ഓർത്തിട്ട് എനിക്ക് ആ പാട്ട് ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറയാം. എടുത്തി ടെൻഷനൊന്നും അടിക്കണ്ടെന്ന് അനി പറഞ്ഞു. ആദർശേട്ടൻ വിളിച്ചോളും. അല്ല എന്നാലും ഇതുവരെയായിട്ടും വിളിക്കാതിരിക്കുന്നല്ല ഇത്ര സമയമൊക്കെ. അല്ല ഈ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞ് മീറ്റിംഗ് കഴിയില്ലേ, അതിനുശേഷം ഒന്ന് വിളിക്കാലോ. അവിടെ ആരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അത് പിന്നെ എടുത്തി എല്ലാവരും കൂടെ ഒരുമിച്ചാണോ മീറ്റിംഗ് എന്ന് അറിയത്തില്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കോൾ എടുക്കാത്തേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അങ്ങനെ ആയിരിക്കുന്നേ, വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് അനി അങ്ങോട്ട് പോവാണ്. ദൈവമേ, ഏട്ടത്തിക്കാണ് ഇപ്പോൾ സത്യങ്ങളൊന്നും അറിയത്തില്ല. ഇത് അറിഞ്ഞു കഴിയുമ്പത്തിനും ഏട്ടത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിന് അറിയുണ്ടായിരുന്നേ. ആ സമയത്ത് നവ്യയുടെ അടുത്തേക്ക് അഭി വന്നു. അഭി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നവ്യ ചോദിച്ചു, എന്താടാ അഭി, നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ? പിന്നെ അല്ലാതെ, എടി ഞാൻ കുറച്ച് നാൾ ഇവിടുത്തെ ജയിലിൽ കിടന്നില്ലേ, അപ്പൊ ഇവിടെയുള്ളവരെല്ലാം സന്തോഷിച്ചില്ലേ, അതിന് തിരിച്ചടി അവർക്ക് കിട്ടിയെന്ന് പറയാണ്. തിരിച്ചടി കിട്ടിയത്? എന്ത് തിരിച്ചടി? നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. അത് പിന്നെ ഉണ്ടല്ലോ, ആദർശം ഉണ്ടല്ലോ ഗൾഫിലെ ജയിലിലാന്ന് പറഞ്ഞു. ജയിലിലോ? അതേനേ. ഇത് കേട്ടപ്പോൾ നവ്യക്ക് ഭയങ്കര സന്തോഷമായി. നവ്യ പറഞ്ഞു, ഒരു സന്തോഷ വാർത്ത തന്നെയാണല്ലോടാ അത്. അല്ലെങ്കിലും കുറച്ച് നാളുകളായി അവര് എന്നെ നിന്നെ എല്ലാരും കൂടെ അങ്ങനെ താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നല്ല അടിപൊളി അവസരം തന്നെയാ, അവർക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയൊരു അവസരം തന്നെയാന്ന് പറയണം. അത് കേട്ട് ഇനിയിപ്പോൾ അഭി പറഞ്ഞു, എൻ്റെ അമ്മയെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നില്ലേ, അതിനൊക്കെ ദൈവം കൊടുത്ത തിരിച്ചടിയാ. കണ്ടോ, ഇനി അധികം വൈകാതെ തന്നെ ഇവിടെ എല്ലാവരും കിടന്ന് കരയുന്ന കണ്ടോളാൻ പറയണം. പിന്നെ ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും നിന്റെ അനുജത്തിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു വരെ പോകാൻ ചാൻസ് ഉണ്ട്. നിന്നെ എന്നെയൊക്കെ അമ്മാജി ഉപദ്രവിച്ചിട്ടില്ലേ അനിയത്തിമാര്, അവർക്കൊക്കെ നല്ല ശിക്ഷ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ടപ്പോൾ നബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്ന് അടിച്ചു പൊളിക്കണം, ഒന്ന് ആഘോഷിക്കണം എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അവർ അതിപ്പോൾ പാടില്ല, കാരണം ഇവിടെ എല്ലാവരും ആ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നേ. നമ്മൾ അവരുടെ സങ്കടത്തിൽ പങ്കുചേരുന്നതായിട്ട് അഭിനയിക്കണം. ഇവിടെയാണ് നമ്മുടെ വിജയം. കാരണം അത്രേ കാലമൊന്നും ഏതൊരു വലിയ ജ്വല്ലറിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആർക്കും ഒരു പതനമൊക്കെ ഉണ്ടാവും. അങ്ങനെ അനന്തപുരിയുടെ പതനം തുടങ്ങിക്കഴിഞ്ഞു നവിയെ, ഇനി നമ്മളായിരിക്കും കയറി പോകാൻ പോകുന്നത് എന്നൊക്കെ പറയണ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവി പറഞ്ഞു, അത് ശരിയാന്ന് പറയാ. അങ്ങനെ അവര് സന്തോഷിക്കുക. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.